ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ അങ്കമാലിക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അങ്കമാലിക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ്. യെസ്, ഇതിന് വേണ്ടിയിട്ടാണ്. അങ്കമാലിയിലുള്ള ആൻസ്വില്ലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു വീടിൻ്റെ ബാക്കിലായിട്ടുള്ള ഒരു ഹാളിലാണ് ഇത് നടക്കുന്നത്. വീടെന്ന് പറയുമ്പോൾ ആരും താമസിക്കുന്നില്ല, അത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഹോം സ്റ്റേ പോലത്തെയാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു ഡാൻസ് കാണാം. അപ്പോൾ ഈ ഡാൻസ് കളിക്കുന്ന 2 യൂട്യൂബേഴ്സിൻ്റെ ഇവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ. ഈ 2 യൂട്യൂബേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണുണ്ടോ. പിന്നെ എനിക്ക് ഡാൻസ് ഇഷ്ടപ്പെട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനെല്ലാം വീഡിയോ എടുക്കുന്നത് അനിയത്തിയാണ്. അവർക്ക് ഒരേ ഒരു ഭാഷയാണ് വീഡിയോ എടുക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. എന്നെ എടുക്കാൻ സമ്മതിച്ചില്ല. അതെ, പിന്നെ എനിക്കും ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി പറയണം. നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാനാണോ പാട്ട് പാടാനാണോ കൂടുതൽ ഇഷ്ടം? അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബി കൂടി കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ. സോ ഞാൻ കൂടുതൽ ടൈം റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്നത്. ബിക്കോസ് റൂമിൻ്റെ അകത്ത് നല്ല എന്താ പറയുക, AC ഉണ്ടായിരുന്നു. AC എന്ന് വെച്ചാൽ പുറത്തേക്കാളും കൂടുതൽ കൂളിംഗ് നമുക്ക് അകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് പുറത്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഞാൻ കാണിച്ചു എന്നാലും നമുക്ക് എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പാർക്കൊക്കെ ഉണ്ടെന്ന്. പാർക്കൊക്കെ സൂപ്പറാണ്. പിന്നെ സ്വിമ്മിങ് പൂളുണ്ട്. ഇതുപോലെ സ്വിമ്മിങ് പൂളുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലമുണ്ട്. കണ്ടോ, ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു വീടാണ്. പിന്നെ ഇത് കണ്ടോ, നിങ്ങൾക്കൊരു മുയലിനെ കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്ക് മുയൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. കണ്ടപ്പോൾ നോക്കാനായിട്ടുള്ള കൗതുകം. പക്ഷെ അത് കയ്യിൽ കടിക്കുമെന്നൊരു ചേട്ടൻ പറഞ്ഞു. നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും. യെസ്, പക്ഷെ അത് നമ്മൾ കൈ അത്രയ്ക്ക് അകത്തോട്ടിട്ടില്ല. ബിക്കോസ് നമുക്കറിയാം കടിച്ചാൽ നമ്മുടെ കയ്യെ പോകത്തുള്ളൂ എന്ന്. പിന്നെ ഇത് ഇവിടെ എൻ്റെ മുമ്പിലായിട്ട് തന്നെ നമുക്ക് ബാസ്കറ്റ്ബോളൊക്കെ കളിക്കാനുള്ള കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു വീടാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വീടാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലമുള്ളൊരു വീടാണിത്. നിങ്ങൾ ഇതുപോലെ ആൻസ്വില്ലയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെ നമുക്ക് സൈക്ലിങ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സൈക്ലിങ്ങിനൊക്കെയാണ് നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് തന്നെ അവർ സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഇതാണെന്ന് നമുക്ക് നോക്കാനുണ്ട് ഒരു കാലം. കണ്ടോ, ഇവിടെ ഒരുപാട് സൈക്കിൾ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വില്ല എന്ന് പറയുന്നത്. ഒരുപാടുണ്ട്, സ്ഥലമുണ്ട്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൂക്കളാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടത് ഇത് കണ്ടോ, ഈ റെഡ് കളർ പൂക്കളാണ് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് റിട്ടേൺ അടിച്ച് എറണാകുളത്തേക്ക് വരുന്നു. സോ ട്രെയിനിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. എറണാകുളത്തേക്ക് ട്രെയിനിൽ ഐ ആം റിട്ടേണിങ് ബാക്ക്. ബിക്കോസ് എനിക്ക് നാളെ സ്കൂളുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് കാണാം. ബൈ.